നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉമ്മൻചാണ്ടി വിട്ടുനിന്നു. പയ്യന്നൂർ കോപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ KP നൂറുദ്ദീൻ സാഹിബ് അനുസ്മരണ സമ്മേളനവും ഫോട്ടോ അനാച്ഛാദനവും K. കുഞ്ഞികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർന്നു. മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കം. കോഴിക്കോട് നടക്കുന്ന ദേശീയ കൌൺസിൽ കേരളത്തിൽ BJPയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ. സംരക്ഷിക്കാൻ ആളില്ല. കാര തലിച്ചാലം അണക്കെട്ട് കാലപ്പഴക്കത്താൽ തകർച്ചയിലേക്ക്. വിദ്യാർത്ഥികളെ കഞ്ചാവിന് അടിമപ്പെടുത്തുന്ന റാക്കറ്റുകൾ സ്റ്റേഷൻ പരിധിയിൽ സജീവം. ചന്ദേര പോലീസിന്റെ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ കോപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ നേതൃത്വത്തിൽ KP നൂറുദ്ദീൻ സാഹിബിന്റെ ഫോട്ടോ അനാച്ഛാദനവും അനുസ്മരണ സമ്മേളനവും ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് ബിൽഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് K. കുഞ്ഞികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ആ കാലഘട്ടത്തിലൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല. ഞങ്ങളൊക്കെ നടന്ന് തന്നെ പയ്യന്നൂരിലേക്ക് വരണമെങ്കിൽ കുറ്റൂരും അയാളും നടന്നിട്ടാണ് വന്നത്, ചെറുവഴിയിൽ നിന്ന് ഞാനും നടന്നിട്ടാണ് വന്നത്. അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. അതുപോലെ ഞങ്ങളെല്ലാം ഫീൽഡ് പണിയൊക്കെ കോട്ടന്മാരാണ്. വാർഡ് പ്രസിഡന്റായിട്ടും അതുപോലെ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടും മണ്ഡലം സെക്രട്ടറിമാരായിട്ടും ഒക്കെ അയാളും ഞാനും ഒക്കെ അന്ന് ഒരുപോലെ കുറ്റൂരും പെരുവഴിയായിട്ട് പ്രവർത്തിച്ചവരാണ്. സഹകരണ ബാങ്ക് സംസ്ഥാന ഡയറക്ടർ M. നാരായണൻകുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് VN അരിപുരം, പയ്യന്നൂർ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് M. K. രാജൻ, പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് K. രാമചന്ദ്രൻ, AP. നാരായണൻ, PV. മഹേഷ്, അഡ്വക്കേറ്റ് DK. ഗോപിനാഥ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ബാങ്ക് ചെയർമാൻ V. കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ സ്വാഗതവും മാനേജർ ഇൻചാർജ് VPP ഉമർ നന്ദിയും പറഞ്ഞു. KP നൂറുദ്ദീൻ സാഹിബിന്റെ ഫോട്ടോ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിന്നു. ടൗൺ ബാങ്ക് നിയമനത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തെ തുടർന്നാണ് ഉമ്മൻചാണ്ടിയുടെ പിന്മാറ്റം. ഉമ്മൻചാണ്ടി യോഗത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് രാവിലെ മുതൽക്കേ ഊഹാപോഹങ്ങൾ പരന്നിരുന്നു. ടൗൺ ബാങ്കിലെ ഉദ്യോഗസ്ഥ നിയമനത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ പിന്മാറ്റം. വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയിലും കോക്കാടും പിലാത്രയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ഉമ്മൻചാണ്ടി പയ്യന്നൂരിൽ നിന്ന് മാത്രമാണ് ഒഴിഞ്ഞുനിന്നത്. മറ്റു പരിപാടികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ പാർട്ടി പരിപാടി എന്ന നിലയിലുൾപ്പെടെ പ്രഥമ പരിഗണന അർഹിക്കുന്നതായിരുന്നു പയ്യന്നൂരിലേത്. എന്നിട്ടും ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ നിന്ന് ഒഴിവായി എന്നത് ഗ്രൂപ്പ് വഴക്കിന്റെ കാഠിന്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചെറുപുഴയിൽ സ്വകാര്യ ചടങ്ങിലെത്തിയ അദ്ദേഹം പ്രവർത്തകരോട് പാർട്ടിയിലുള്ളവർ തന്നെ ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുമ്പോൾ അവിടേക്ക് താനില്ല എന്ന് അറിയിച്ചതായാണ് അടുത്ത പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ചടങ്ങിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്താൽ സമരക്കാരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹത്തെ നേരിട്ടറിയിച്ചതായും അഭ്യൂഹമുണ്ട്. എന്തുതന്നെയായാലും ഉമ്മൻചാണ്ടിയുടെ പിന്മാറ്റത്തിലൂടെ പയ്യന്നൂരിലെ പ്രശ്നം പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്നത് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കോക്കാട് ഗ്രാമീണ വായനശാല നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. 2 ദിനങ്ങളിലായുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. അറിവിന്റെ നൂറ്റാണ്ടാണിത്. അറിവ് നേടുന്നതിന് പലവിധ മാർഗങ്ങളും ഇന്നുണ്ട്. അത് പുതുതലമുറയ്ക്ക് ലഭ്യമാക്കുകയാണ് മുതിർന്നവർ ചെയ്യേണ്ടത്. വായനശാലകൾ നവീകരിക്കപ്പെടുന്നതിലൂടെ അത്തരം ശ്രമങ്ങൾ വിജയിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. ഇന്ന് ഒരു ഗ്രാമപ്രദേശത്ത് ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായ വായനശാലകളിലെ ബുക്കുകൾ വരെ നമുക്ക് വായിക്കുന്നതിന് അതിനുള്ള അവസരങ്ങൾ, അതാണ് ആ രീതിയിൽ നമ്മുടെ ടെക്നോളജി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഈ വായനശാലയിലും അത് ഇന്റർനെറ്റും കമ്പ്യൂട്ടറും എല്ലാം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഉണ്ടാകണം.
ചടങ്ങിന്റെ ഭാഗമായി ഗാന്ധി പ്രതിമാനാച്ഛാദനവും മുഖ്യപ്രഭാഷണവും മുൻ വനംവകുപ്പ് മന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ സുധാകരൻ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ടി.വി. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന യോഗത്തിന്റെ ഭാഗമായി SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും ഔഷധച്ചെടി വിതരണവും നടന്നു. മുൻ ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അംഗം കെ ജനാർദ്ദനൻ, PV സുമേഷ്, KS ജയമോഹനൻ, PV രഞ്ജി, PV രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് നാടൻ പാട്ടുകളും വാമൊഴി വരമൊഴി സമന്വയം മഴവില്ലും അരങ്ങേറി. കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 24 ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ നൃത്തസന്ധ്യയും അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ പതാക ജാഥ കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നിന്നും പ്രയാണം ആരംഭിച്ച് സമ്മേളന നഗരിയായ എരിപുരത്ത് സമാപിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 23, 24, 25 തീയതികളിലായി മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ VV സരോജിനി ജാഥ ലീഡർ MV സരളയ്ക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ, MV അപ്പുക്കുട്ടൻ, KV ലളിത, P ശ്യാമള തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ചു. തുടർന്ന് ആലിൻകീഴിൽ വെള്ളൂർ ബാങ്ക്, കോത്തായിമുക്ക്, പെരുമ്പ, എടാട്ട് കണ്ണങ്ങാട്ട്, എടാട്ട് കോളേജ് സ്റ്റോപ്പ്, പിരക്കാംതടം, പിലാത്ര, മണ്ടൂർ, അമ്പല റോഡ്, രാമപുരം പാലം, അടുത്തില, എരിപുരം താഴെ തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ടോടെ സമ്മേളന നഗരിയിൽ പ്രവേശിച്ചു. തുടർന്ന് PP ദാമോദരൻ പതാക ഉയർത്തി. 23 രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം PK ശ്രീമതി ടീച്ചർ MP ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ മാടായിക്കാവിൽ സന്ദർശനം നടത്തി. കോഴിക്കോട് നടക്കുന്ന ദേശീയ കൗൺസിൽ കേരളത്തിൽ BJPയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് ഗൌഡ. മുൻ കർണാടക മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്രൂവ്മെന്റ് വകുപ്പ് മന്ത്രിയുമായ DV സദാനന്ദ ഗൌഡ മാടായിക്കാവ് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം രാവിലെ 11 മണിയോടെയാണ് മന്ത്രി മാടായിക്കാവിലെത്തിയത്. കേന്ദ്രമന്ത്രിയെ മാടായിക്കാവ് ക്ഷേത്രം ഭാരവാഹികളും BJP പ്രവർത്തകരും സ്വീകരിച്ചു. മാടായിക്കാവിലമ്മയെ തൊഴുതു വണങ്ങിയ ശേഷം ക്ഷേത്രം നവരാത്രി ആഘോഷത്തിന്റെ കൂപ്പൺ വിതരണം മന്ത്രി നിർവഹിച്ചു. കോഴിക്കോട് നടക്കുന്ന BJP ദേശീയ കൗൺസിലിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രി സദാനന്ദ ഗൌഡ മാടായിക്കാവിലെത്തിയത്. ദേശീയ കൗൺസിൽ കേരളത്തിൽ BJPയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര ബഡ്ജറ്റ് ഒറ്റ ബഡ്ജറ്റാക്കി മാറ്റിയത് റെയിൽവേയുടെ വികസനത്തിന് ഗുണകരമാവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാളെ ഞങ്ങളെ പക്ഷത്തിൻ്റെ രാഷ്ട്രീയ കാര്യകാരിണി കാലിക്കറ്റിൽ നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനായിട്ട് അവിടെ പോകുന്ന ബൈയിൽ ഇവിടെ വന്നിട്ട് ഈ ദൈവത്തിൻ്റെ ഒരു ആശീർവാദം ചോദിച്ചിട്ട് മുമ്പ് പോകണമെന്ന്. റെയിൽവേ ബജറ്റിൻ്റെ ജാസ്തി എമൗണ്ട് ഉണ്ടായി. ഇപ്പോൾ റെയിൽവേ ബജറ്റ് സെൻട്രൽ ബജറ്റിൻ്റെ 1/10 അങ്ങനായിട്ട് 2 ബജറ്റിൻ്റെ ആവശ്യകതയില്ല. പിന്നെ റെയിൽവേക്ക് കുറേ പൈസ ജാസ്തി ഉಳಿತಾಯവൻ പോകുന്നുണ്ട്. പറഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കുന്നത് മറ്റേതെല്ലാം കൊടുക്കുന്ന ആവശ്യകതയില്ല. ഏതായാലും പ്രോജക്റ്റിക്ക് ലേശ ഫൈനാൻസ് കമ്മിയായാൽ സെൻട്രൽ ബജറ്റിന് എടുത്തിട്ട് പണിയെടുക്കാൻ നന്നായിട്ട് അങ്ങനായിട്ട് റെയിൽവേ ബജറ്റ് എടുത്താൽ റെയിൽവേക്കും നന്നാവും, ഇടീ ദേശക്കും സിംഗിൾ ബജറ്റ് കൊടുക്കുന്നത് നന്ന പറയും. ഉച്ചയ്ക്ക് 12 മണിയോടെ മന്ത്രി മംഗലാപുരത്തേക്ക് തിരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാലപ്പഴക്കത്താലും സംരക്ഷണമില്ലാതെയും കാരാ തലിച്ചാലം അണക്കെട്ട് തകർച്ച നേരിടുന്നു. അണക്കെട്ട് ഉപയോഗശൂന്യമായതോടെ പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറി ഏക്കർ കണക്കിന് കൃഷിയും കിണറുകളും നശിച്ചിരിക്കുകയാണ്. അണക്കെട്ട് പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. 1969 ഇറിഗേഷൻ വകുപ്പ് കോടികൾ മുടക്കി കാരാ തലിച്ചാലം അണക്കെട്ട് നിർമ്മിച്ചത്. അന്നൂർ, കുണിയൻ, തട്ടാർക്കടവ് ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനാണ് അണക്കെട്ട് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 15 വർഷമായി അണക്കെട്ടിന് കാര്യമായ അറ്റകുറ്റപ്പണിയൊന്നും നടത്താത്തതിനാൽ അണക്കെട്ട് ഉപയോഗശൂന്യമായി മാറി. അണക്കെട്ടിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുരുമ്പെടുത്ത് നശിച്ചിരിക്കുകയാണ്. ഇതിലൂടെ ഉപ്പുവെള്ളം വ്യാപകമായി കയറി ഏക്കർ കണക്കിന് കൃഷിയും കിണറുകളും നാശോന്മുഖമായി. ജലനിരപ്പ് കുറഞ്ഞതോടെ കിണറുകൾ വറ്റിവരണ്ടു തുടങ്ങിയതായി പ്രദേശത്തുകാർ തന്നെ പറയുന്നു. നമ്മുടെ ജലനിരപ്പ് തന്നെ താഴ്ന്നിട്ട് ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ കിണറിൽ ഉപ്പുവെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.
ആദ്യകാലങ്ങളിൽ വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരു ഇതായിട്ടാണ്. അതിനുശേഷം ഇത് സ്ലാബ് വീതി കൂട്ടിയിട്ട് ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാക്കി. പിന്നെ വെച്ചാൽ ഇത് ഇപ്പം ഇങ്ങനെ ആയിട്ട് കുറേ കൊല്ലം നടക്കാനും പറ്റില്ല, ചെറിയ കുട്ടികൾക്കോ എല്ലാം പോകാനെല്ലാം പേടിയാണ്. അന്നൂർ, കാര, പടിഞ്ഞാറേക്കര ഭാഗങ്ങളിലാണ് കിണറുകൾ കൂടുതലും മലിനപ്പെട്ടിരിക്കുന്നത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ഇവിടങ്ങളിൽ നേരിടുന്നുണ്ട്. പുതിയ പാലം വരുന്നതിന് മുമ്പ് അണക്കെട്ട് സ്ലാബിട്ട് നടപ്പാതയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ നടപ്പാതയുടെ കൈവരികൾ പൂർണ്ണമായും പൊട്ടിത്തകർന്ന് പുഴയിലേക്ക് തള്ളിയ നിലയിലാണ്. വർഷങ്ങളായി പ്രദേശത്തുകാർ നടപ്പാതയിലൂടെ ഭയപ്പാടയോടെയാണ് നടന്നു നീങ്ങുന്നത്. അണക്കെട്ടിന് അറ്റകുറ്റപ്പണിക്കായി വർഷം തോറും 1.5 ലക്ഷം രൂപ വകയിരുത്തി വരികയാണെന്നും ഇത് എന്തിനു വേണ്ടി ആര് ചെലവാക്കുന്നു എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അണക്കെട്ട് പുനർനിർമ്മിച്ച് പ്രദേശത്തുകാരെ രക്ഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കുന്നൊരു വാഹനാപകടത്തിൽ അച്ഛനമ്മമാരും സഹോദരിയും നഷ്ടപ്പെട്ട ജിഷ്ണുവിന് വീട് നിർമ്മിക്കാൻ ലയൺസ് ക്ലബ്ബ് സ്ഥലം നൽകും. ഓണപ്പറമ്പ് ബഡ്സ് സ്കൂളിന് സമീപം 3 സെന്റ് സ്ഥലമാണ് നൽകുക. രാമന്തളി വടക്കുംപാട്ടെ ജിഷ്ണുവിന്റെ നാട്ടിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും പരിഗണിക്കും. ലയൺസ് ക്ലബ്ബ് അംഗം രാമന്തളി സ്വദേശി KP ബാലകൃഷ്ണനാണ് സ്ഥലം സംഭാവന ചെയ്യുന്നത്. സ്ഥലം നൽകുന്ന വിഷയം കളക്ടറെ സമീപിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും പയ്യന്നൂർ ലയൺസ് ക്ലബ്ബിന്റെയും ഏഴിമല ലയൺസ് ക്ലബ്ബിന്റെയും ഭാരവാഹികൾ പറഞ്ഞു. കൊടുക്കുന്ന സ്ഥലത്തിന്റെ രൂപരേഖയടക്കം വില്ലേജ് ഓഫീസർ അളന്നു തിട്ടപ്പെടുത്തി കളക്ടർക്ക് നൽകും. രാമന്തളി പ്രദേശത്ത് ജിഷ്ണുവിന് വീടെടുക്കാൻ ഉചിതമായ സ്ഥലം വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഹായവുമായി ലയൺസ് ക്ലബ്ബ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ജിഷ്ണുവിന് ആവശ്യമായ മറ്റു സഹായങ്ങളും നൽകാൻ ഒരുക്കമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാധ്യമസമ്മേളനത്തിൽ പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KV രാമചന്ദ്രൻ, സെക്രട്ടറി CP മനോജ് കുമാർ, ട്രഷറർ അഡ്വക്കേറ്റ് ടോണി ജോസഫ്, സോൺ ചെയർമാൻ T സതീഷ് കുമാർ, V ബാലൻ, ഏഴിമല ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് TK സതീശൻ, KP ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. താവം മേൽപ്പാലം പ്രവൃത്തി വേഗത്തിലാക്കി. KSTP പദ്ധതിയുടെ ഭാഗമായാണ് താവത്ത് മേൽപ്പാലം നിർമ്മിക്കുന്നത്. താവം മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. പാലം നിർമ്മാണം വേഗത്തിലാക്കാൻ രാത്രികാലങ്ങളിലും പ്രവൃത്തി പുരോഗമിക്കുകയാണ്. KSTP പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഇവിടെ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. റെയിൽവേ ഗേറ്റിന് ഇരുവശത്തുമുള്ള തൂണുകളുടെ പ്രവൃത്തി നേരത്തെ പൂർത്തിയായിരുന്നു. മണ്ണിന്റെ ലഭ്യതക്കുറവ് തൂണുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി. ഇതിനായുള്ള പൈലിംഗ് പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പാലത്തിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ ഇഴഞ്ഞു നീങ്ങിയിരുന്നു. 1 വർഷത്തിനകം പാലം നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ധീരജവാന്മാർക്ക് പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂൾ വിദ്യാർത്ഥികളുടെ ബിഗ് സല്യൂട്ട്. വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് പ്രണാമമർപ്പിച്ച് റാലി സംഘടിപ്പിച്ചു. അമർ ജവാൻ അമർ ഭാരത് എന്ന സന്ദേശവുമായാണ് പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂൾ വിദ്യാർത്ഥികൾ റാലി സംഘടിപ്പിച്ചത്. ഉറി സൈനിക ക്യാമ്പിൽ 18 ധീരജവാന്മാരെയാണ് പാകിസ്ഥാൻ ഭീകരർ വധിച്ചത്. ധീരജവാന്മാരോടുള്ള ആദരസൂചകമായി സ്കൂൾ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച റാലി ഏറെ ശ്രദ്ധേയമായി. PTA പ്രസിഡന്റ് VP സജിത് റാലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ ജോൺസൺ ലാസർ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തീവ്രവാദ പ്രവർത്തനം. അതിന് പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തിയിൽ പാകിസ്ഥാനോട് എപ്പോഴും പടപൊരുതി നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജവാന്മാർ, പല കാരണങ്ങളാൽ നമ്മുടെ ജവാന്മാർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കളെ, വളർന്നു വരുന്ന ഈ പ്രായത്തിലുള്ള മക്കളെ രാജ്യസ്നേഹം വളർത്താൻ വേണ്ടി, നമ്മുടെ രാജ്യത്തെ ജവാന്മാരെ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ചെറിയൊരു റാലിയിലൂടെ ഞങ്ങൾക്കത് ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളിൽ അത് ബോധവാന്മാർക്കാൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അതുതന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. K ക്രിസ്റ്റീന, ഷൈനി PP, സോഫിയ മീറ, മാജിദായെ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചുവരെഴുത്തിലും കഴിവ് തെളിയിച്ച് മഹിളകൾ. കാഞ്ഞങ്ങാട് നടക്കാനിരിക്കുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ ചുവരെഴുത്ത് മഹിളകൾ ഏറ്റെടുത്തു. നവംബർ 2 മുതൽ 5 വരെയാണ് സമ്മേളനം. തൃക്കരിപ്പൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റി വനിതാ പ്രവർത്തകരും മൈത്താണി കോയോങ്കര യൂണിറ്റ് അംഗങ്ങളും ചേർന്നാണ് നവംബർ 2 മുതൽ 4 വരെ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള ചുവരെഴുത്ത് നടത്തിയത്.
നടക്കാവ് നെരുത തിയേറ്റേഴ്സ് പരിസരത്തെ നീളമുള്ള മതിലിലാണ് ചുവരെഴുത്ത് നടത്തിയത്. ചിഹ്നവും വരച്ചിട്ടുണ്ട്. നീലയും ചുവപ്പും ചേർന്ന ചായക്കൂട്ടിൽ മനോഹരമായി വടിവൊത്ത അക്ഷരമാണ് ചുവരിൽ എഴുതിയത്. വലിയ ഉത്സാഹത്തോടെയാണ് മഹിളാ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വനിതകൾ തന്നെ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. 2016 നവംബർ 2, 3, 4 തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്നത്. അതിൻ്റെ പ്രചരണാർത്ഥം തൃക്കരിപ്പൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ പ്രചരണാർത്ഥം ചുമരെഴുത്ത് ആണ് നടത്തിയത്. ടി ശ്യാമള, എം സുമതി, കെ ശ്യാമള, പി പ്രമീള, വസന്ത, രജനി, ഉമാവതി, ശോഭന, സീമ, ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെയും ഹോമിയോപ്പതി വകുപ്പ് സീതാലയം യൂണിറ്റ് എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്ത്രീ ശാക്തീകരണം, പ്രതീക്ഷകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തങ്കയം നിത്യാനന്ദ ഹാളിൽ നടന്ന ഏകദിന സെമിനാർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എജിസി ബഷീർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, വൈകാരികമായ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും അവർക്ക് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിൻ്റെയും ഭാഗമായാണ് കേരള ഹോമിയോപ്പതി വകുപ്പിൻ്റെയും തൃക്കരിപ്പൂർ റോട്ടറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ADS, CDS അംഗങ്ങൾക്കും ഭരണസമിതിയിലെ വനിതാ അംഗങ്ങൾക്കും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നടന്ന സെമിനാർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എജിസി ബഷീർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ ജില്ലയിൽ തന്നെ അഭിമാനകരമായ നേട്ടങ്ങളും ഇടപെടലുകളും നടത്തിയ ഒരു കുടുംബശ്രീ കൂട്ടായ്മയാണ് തൃക്കരിപ്പൂരിനകത്തുള്ളത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് നേരിടുന്ന വെല്ലുവിളികളും പ്രയാസങ്ങളും മറ്റേത് പഞ്ചായത്തിലും ജില്ലയിലുമൊക്കെ വാർത്തകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ പോലും യഥാവിധി അതിനകത്ത് അഭിമാനത്തോടു കൂടി തൃക്കരിപ്പൂരിനകത്ത് നമ്മുടെ ഇടപെടൽ, നമ്മുടെ കുടുംബശ്രീ അക്കൂട്ടങ്ങളുടെ ഭാരവാഹികളുടെ ഇടപെടൽ തീർച്ചയായും ഈ വിഷയത്തിൽ, ഈ രംഗത്ത് അഭിമാനകരമായ നേട്ടമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. തൃക്കരിപ്പൂർ റോട്ടറി പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി സുലേഖ പദ്ധതി വിശദീകരിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ മുഖ്യാതിഥിയായി. MV ബാലകൃഷ്ണൻ, ഡോക്ടർ PK ജയകൃഷ്ണൻ, ഡോക്ടർ സ്മിത വേലായുധൻ, ചന്ദേരേസൈ അനൂപ് കുമാർ, V സുനിൽകുമാർ, PP രഘുനാഥ്, KV ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീ ശാക്തീകരണ പ്രതീക്ഷകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ കാസർഗോഡ് വനിതാ സംരക്ഷണ ഓഫീസർ സുലജ P, സീതാലയം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജ PP, സീതാലയം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് A വിജിഷ്ണ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സമർത്ഥരായ വിദ്യാർത്ഥികളെ കഞ്ചാവിന് അടിമപ്പെടുത്തുന്ന റാക്കറ്റുകൾ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വർദ്ധിച്ചിരിക്കുകയാണെന്ന് ചന്ദേര SI E അനൂപ് കുമാർ തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച സീതാലയം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യത്തേക്കാൾ അപകടകാരിയായ കഞ്ചാവ് സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് രുചിക്കാൻ നൽകുകയും അതിലൂടെ കഞ്ചാവിന് അടിമപ്പെടുത്തുകയുമാണ് കഞ്ചാവ് ലോബിയുടെ തന്ത്രമെന്നും ഇക്കാര്യത്തിൽ അമ്മമാർ അതീവ ശ്രദ്ധാലുക്കളാകേണ്ടതുണ്ടെന്നും ചന്ദേര SI അനൂപ് കുമാർ പറഞ്ഞു. ഒരു 2 മാസം മുമ്പ് ഞങ്ങൾ കാണിക്കടവ് രാത്രി 8 മണി സമയത്ത് 7:30 മണി സമയത്ത് ചെറുതൂരെ പോകുമ്പോൾ JTC സ്കൂളിലേക്ക് ഒരു ബൈക്ക് പോകുന്നത്. ഞങ്ങളുടെ വണ്ടി കണ്ടോടനെ പിന്നെ വേഗം കൂടി പെട്ടെന്ന് ഒരു വെപ്പാണ് കാണിക്കുന്നുണ്ടോണ്ട് ഞങ്ങളതിൻ്റെ പുറകോട്ട് പോയി. 2 പിള്ളേരാണ് വരുന്നുണ്ടായിരുന്നത്. ചെറിയൊരു കടലാസ് പുതിയ ഞങ്ങളെ കണ്ടോട്ട് കുറച്ച് എടുത്തു തന്നു. കുറച്ച് അപ്പുറം കൊണ്ടുപോയി വണ്ടി നിർത്തി. ഞങ്ങളത് ചോദ്യം ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ ഈ എടുത്ത് എറിഞ്ഞ കടലാസ് പേർക്കും തപ്പി നോക്കി. ഇത് 10-20 മിനിറ്റോളം സമയം കൊടുത്തിട്ട് അത് കണ്ടെടുത്ത് നോക്കുമ്പോഴേക്ക് അതിൽ ഒരു കഞ്ചാവ് വീടി, ഒറ്റ കഞ്ചാവ് വീടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർ ഈ പ്രായത്തിൻ്റെ ആകാംക്ഷയും മറ്റും വെച്ചുകൊണ്ട് ആരോ ഒരു ITI പഠിക്കുന്ന കൈവരങ്ങ ITI പഠിക്കുന്ന ആരോ കൊടുത്ത ഒരു സമ്മാനം ഈ കഞ്ചാവ് വീടി വിൽക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞൊരു പ്രദേശം തേടി പോവുകയാണ് ആ സമയത്ത്. അവരവരുടെ കുട്ടികൾ എവിടെ പോകുന്നുവെന്നും ആരുമായി കൂട്ടുകൂടുന്നുവെന്നും ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വളരെ വലിയ വില നൽകേണ്ടി വരുമെന്നും അനൂപ് കുമാർ കൂട്ടിച്ചേർത്തു. റോട്ടറി ഭാരവാഹികളും ADS, CDS ഭരണസമിതി വനിതാ അംഗങ്ങളുമടക്കം നിരവധി പേർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടമായി P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തതാണ്. ആ ഉദ്ഘാടന സന്ദർഭത്തിലാണ് ഒരു പുതിയ കെട്ടിടത്തിന്റെ ആവശ്യം വരുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിച്ചത്. ഞാനിപ്പോൾ പണ്ട് നടന്നു നോക്കുക, അത് പൂർത്തിയായി കഴിഞ്ഞാൽ ആ സമയത്തും പുതിയ ആവശ്യം സ്കൂളിനെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് യാതൊരു സംശയം. കാരണം അത്രയേറെ ആവശ്യങ്ങൾ ഉയർന്നു വരികയാണ്.
പി കരുണാകരൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയബാലൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം P. ജാനകി ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രാധാമണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. ചന്ദ്രൻ, CK നിർമ്മല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ VP ശാരദ, P. അനീഷ്, കണ്ണൂർ DD ഇൻചാർജ് CP പത്മരാജ്, തളിപ്പറമ്പ് DEO ബാലചന്ദ്രൻ മഠത്തിൽ, സ്കൂൾ പ്രിൻസിപ്പൽ P. അജിത, പ്രധാനാധ്യാപിക KR നിർമ്മല എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. P. കുഞ്ഞികൃഷ്ണൻ, കല്ലത്ത് രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി PV കുഞ്ഞപ്പനെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ തലശ്ശേരിയിൽ നടന്ന CITU കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിയായി PV കുഞ്ഞപ്പനെ തിരഞ്ഞെടുത്തു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ഇദ്ദേഹം. സോഷ്യൽ മീഡിയയിൽ താരമായി മധുരിമ. പയ്യന്നൂർ സ്വദേശിനിയായ യുവഗായികയുടെ പാട്ട് 6 ലക്ഷത്തോളം പേരാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ കണ്ടുകഴിഞ്ഞത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ 5-ാം വാർഡ് കുടുംബശ്രീ CDSന്റെ പൊലിവ് പദ്ധതി പ്രകാരം കൃഷി ചെയ്ത പച്ചക്കറി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K. സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDSന്റെ പൊലിവ് പദ്ധതി പ്രകാരമാണ് കൃഷി ചെയ്തത്. എരമംകുറ്റൂർ പഞ്ചായത്ത് 5-ാം വാർഡ് കൂവപ്രയിലെ തേജസ്വിനി കുടുംബശ്രീയാണ് കൃഷിയൊരുക്കിയത്. വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K. സത്യഭാമ നിർവഹിച്ചു. അത് വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയത് 3-ാം വാർഡിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ ആത്മാർത്ഥതയോടുകൂടി വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീയും അതുപോലെ തന്നെ സഹോദരിമാരും ഈ 3-ാം വാർഡിനകത്തുണ്ട്. അവരുടെ പച്ചക്കറി തന്നെയാണ് നമ്മൾ ഈ ഓണക്കാലത്തും. വഴുതിന, കക്കിരി, തക്കാളി, പച്ചമുളക്, കുമ്പളം തുടങ്ങിയവയാണ് കൃഷി ചെയ്തത്. ചടങ്ങിൽ വാർഡ് മെമ്പർ PP സിന്ധു അധ്യക്ഷത വഹിച്ചു. ADS സെക്രട്ടറി ശ്രീലത KV, പ്രസിഡന്റ് സുനിത V, CDS ചെയർപേഴ്സൺ ലൈല K, വനജ NV, സരോജിനി PP, ഗീത TV, വസന്ത K തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സ്ത്രീയെ കാണാതായി. മാതമംഗലം പേരൂരിലെ രമണി PA ഈ മാസം 21-ന് വൈകിട്ട് 4 മണി മുതൽ കാണാതായിരിക്കുന്നു. ചെന്നൈയിൽ മിലിറ്ററിയിലുള്ള മകന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതായി ബന്ധുക്കൾ പറയുന്നു. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ അറിയിക്കുക. ഫോൺ നമ്പർ 9037778266. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സും തേജസ് വസ്ത്രാലയവും ചേർന്ന് ഓണം ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ നഗരസഭാതല പൂക്കള മത്സരത്തിൽ വിജയികളായവർക്ക് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങും തേജസ് വസ്ത്രാലയവും ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ നഗരസഭാതല പൂക്കള മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും 2-ാം സ്ഥാനം കരസ്ഥമാക്കിയ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനും 3-ാം സ്ഥാനം നേടിയ കോറം ഗവൺമെന്റ് ഹൈസ്കൂളിനുമുള്ള ക്യാഷ് അവാർഡുകൾ പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വിതരണം ചെയ്തു. തേജസ് വസ്ത്രാലയ MD ഷാദിൽ സമ്മാനദാനം നടത്തി. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കബഡി മത്സരത്തിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ഹെഡ്മാസ്റ്റർ അനുമോദിച്ചു. PN ശ്രീകല സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ KG സോമനാഥ്, ഹെഡ്മാസ്റ്റർ വിഷ്ണു നമ്പൂതിരി, ഷാജി ഫോക്കസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിന് കീഴിൽ കളരി കോൽക്കളി പരിശീലകനായ ഡോക്ടർ AK വേണുഗോപാലിന്റെ ശിക്ഷണത്തിൽ നടക്കുന്ന ചരടുകുത്തി കോൽക്കളി പരിശീലനത്തിന്റെ 3-ാം ബാച്ച് പരിശീലനം തുടങ്ങി. ISRO റിട്ടയർഡ് സയന്റിസ്റ്റ് KV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. P. കമ്മാര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. ഇനി മാറ്റൊലി കാണാം. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റെയിൽവേക്ക് ഇനി പ്രത്യേക ബജറ്റില്ല. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം. ആ ഒരു സിസ്റ്റം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പൊതു ബജറ്റിൻ്റെ കൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊരു ഇതാണിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത് ഏത് രീതിയിലാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളത് ഇപ്പോൾ മുൻകൂട്ടി പറയാനുള്ളൊരു ഇത്
എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല അതിനെപ്പറ്റി. ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് പിന്നെ റെയിൽവേ ബജറ്റും കേന്ദ്ര ബജറ്റും രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ പെട്ടെന്ന് റെയിൽവേ ബജറ്റ് ഈ ഒരു ഫെബ്രുവരി മാസം ഫസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം, അതും പൊതു ബജറ്റിന് ഒന്നിച്ച് തന്നെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് തന്നെ ചെയ്യണമെന്ന് പറയുന്നത് കേരളത്തെ അവഗണിച്ചുകൊണ്ട് പറയുന്നതാണോ എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിന് ശേഷം കണ്ടറിഞ്ഞിട്ട് തന്നെ കാണേണ്ടി വരും. സാധാരണ പൊതു ബഡ്ജറ്റിന് പുറമെയാണ് ഇന്ത്യൻ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പൂർണ്ണമായും ആ റെയിൽവേക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ആ റെയിൽവേ വികസനത്തിന് ആവശ്യമായ രീതിയിലും ഏറ്റവും നല്ല നിലയിൽ കൊണ്ടുപോകാൻ ആവശ്യമായ രീതിയിലാണ് അത്തരം ഒരു സമ്പ്രദായം നടപ്പിലാക്കിയത്. പക്ഷെ എന്നാൽ ഇപ്പോൾ വന്ന BJP ഗവൺമെൻറ്, മോഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അതൊക്കെ തന്നെ മാറ്റി പൊതു ബഡ്ജറ്റിൻ്റെ ഭാഗമായി മാറ്റാൻ ആവശ്യമായ രീതിയിൽ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് റെയിൽവേ ഒക്കെ തന്നെ സ്വകാര്യവൽക്കരിക്കാൻ ആവശ്യമായ രീതിയിൽ നീക്കം നടക്കുന്നുണ്ട്. അത് കൂടുതൽ ഏറ്റവും പെട്ടെന്ന് സ്വകാര്യവൽക്കരിക്കാൻ ആവശ്യമായ രീതിയിലാണ് ഇപ്പോൾ പൊതു ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യൻ റെയിൽവേയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അതിന് മുഴുവൻ ആളുകളും തയ്യാറാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ ബജറ്റ് പ്രത്യേകം അവതരിപ്പിക്കുക എന്നുള്ളത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് അവതരിപ്പിച്ചായിരുന്നു റെയിൽവേ ബജറ്റ്. ഫെബ്രുവരി മാസം അവസാനം റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കുന്ന കീഴ്വഴക്കമാണ് ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായത്. പുതിയ മോദി സർക്കാർ റെയിൽവേ ബജറ്റ് വേണ്ടാന്ന് വെക്കുന്നത് റെയിൽവേയുടെ വികസനത്തെ തന്നെ പാടെ ഇല്ലാതാകും. കാരണം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനം റെയിൽവേക്ക് നടക്കേണ്ടതാണ്. അത് ഇല്ലാതാക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. മാത്രമല്ല റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ റെയിൽവേ ബജറ്റ് വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ തീരുമാനം. അറിയിപ്പുകൾ. രാമന്തളി 17 ശുഹദാ മഖാമിൽ ദിക്റുസ്വലാത്തും കൂട്ടുപ്രാർത്ഥനയും സെപ്റ്റംബർ 25 ഞായറാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം നടക്കും. വെള്ളൂർ ജെൻസ് സ്പോർട്സ് ആൻഡ് സർഗധാര ആർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 25 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ജെൻസ് മൈതാനിയിൽ നടക്കും. പയ്യന്നൂർ തായ്നേരി SAB ടൈം ഹൈസ്കൂൾ 1988-89 SSLC ബാച്ചിന്റെ കുടുംബസംഗമം സ്നേഹതീരം 89 സെപ്റ്റംബർ 25 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹൈസ്കൂൾ 1983-84 ബാച്ച് SSLC കുടുംബസംഗമം സതീർത്ഥ്യം 2016 സെപ്റ്റംബർ 25 ഞായറാഴ്ച കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 11:30 പൂർവ്വ അധ്യാപകരെ ആദരിച്ച് ഗുരുവന്ദനം പരിപാടിയും സംഘടിപ്പിക്കും. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഉമ്മൻചാണ്ടി വിട്ടുനിന്നു. പയ്യന്നൂർ കോപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ KP നൂറുദ്ദീൻ സാഹിബ് അനുസ്മരണ സമ്മേളനവും ഫോട്ടോ അനാച്ഛാദനവും K. കുഞ്ഞികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർന്നു. മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കം. കോഴിക്കോട് നടക്കുന്ന ദേശീയ കൌൺസിൽ കേരളത്തിൽ BJPയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ. സംരക്ഷിക്കാൻ ആളില്ല. കാര തലിച്ചാലം അണക്കെട്ട് കാലപ്പഴക്കത്താൽ തകർച്ചയിലേക്ക്. വിദ്യാർത്ഥികളെ കഞ്ചാവിന് അടിമപ്പെടുത്തുന്ന റാക്കറ്റുകൾ സ്റ്റേഷൻ പരിധിയിൽ സജീവം. ചന്ദേര പോലീസിന്റെ മുന്നറിയിപ്പ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.